ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് +1 അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്ററായ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. സോ നമുക്ക് ഇന്ന് ഞാനിതിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ പറ്റിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് തിയറീസിനെ പറ്റിയാണ് പറയുന്നത്. സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് +1 അക്കൗണ്ടൻസിയിൽ മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് നെറ്റ് എക്സാം വരെ നമുക്കിത് ആവശ്യമുള്ളതാണ്. സോ ഇത് വളരെ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക. ജസ്റ്റ് നമുക്കിതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. The theory base of accounting consists of principles, concepts, rules and guidelines developed over a period of time to bring uniformity and consistency to the process of accounting and enhance its utility to different users of accounting information. Apart from these, the Institute of Chartered Accountants of India, which is the regulatory body for standardization of accounting policies in the country, has issued accounting standards which are expected to be uniformly adhered to in order to bring consistency in accounting accounting practices. അപ്പം അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ബേസ് എന്ന് പറയുമ്പം അവിടെ പ്രിൻസിപ്പിൾസ് ഉണ്ടാകാം, കോൺസെപ്റ്റ്സ് ഉണ്ടാകാം, റൂൾസ് ഉണ്ടാകാം, ഗൈഡ് ലൈൻസ് ഉണ്ടാവാം. ഇത് ഓരോ കാലത്തും ഇങ്ങനെ ഡെവലപ്ഡ് ആയിക്കൊണ്ട് വരികയാണ്. അതെന്തിനാണ് നമ്മൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും റൂൾസൊക്കെ കൊണ്ടുവരുന്നത്? യൂണിഫോമിറ്റി കൊണ്ടുവരാനും അതുപോലെ തന്നെ കൺസിസ്റ്റൻസി കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ യൂസേഴ്സിനെ കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും ഒരു യൂണിഫോമിറ്റി എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തിയറിയും പ്രിൻസിപ്പിൾസും ഒക്കെ കൊണ്ടുവരുന്നത്. Apart from these, ICAI, which is the regulatory body for standardization of accounting policies in country, has issued accounting standards. ഇത് കൂടാതെ ICAI അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും നമ്മുടെ ഇപ്പോൾ നിലവിൽ അക്കൗണ്ടിങ് പോളിസീസൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി യൂണിഫോംലി അഡേർഡ് ടു ഇൻ ഓർഡർ ടു ബ്രിങ് കൺസിസ്റ്റൻസി ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസസ്. ഇതെന്താണ്? അക്കൗണ്ടിങ് പ്രാക്ടീസസിലൊക്കെ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമുക്ക് ഈ പണ്ടത്തെക്കാളും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുടെ ആവശ്യങ്ങൾ ഇന്ന് കൂടിക്കൂടി വരികയാണ്. കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ യൂണിഫോം ഒരേ രീതിയിൽ അക്കൗണ്ടിങ് പോളിസീസും അതുപോലെ തന്നെ ഒരേ രീതിയിൽ കണക്കുകളും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ബിസിനസ്സും പല ആളുകൾ പല അക്കൗണ്ടിങ് പോളിസീസാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ പറ്റില്ല. ആ യൂണിഫോമിറ്റി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ പല ബിസിനസ്സുകൾ തമ്മിൽ നമുക്കിപ്പോൾ കമ്പാരിസൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്ന് ഈ നമ്മുടെ ബിസിനസ്സുകളെല്ലാം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയരുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ബിസിനസ്സും ഇൻ്റർനാഷണൽ ലെവലായിരിക്കും. അതുപോലെ തന്നെ സാധാ നാഷണൽ ലെവലിലുള്ള ബിസിനസ്സുകളും കാണും. ഇത് തമ്മിലുള്ള കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ചില സ്റ്റാൻഡേർഡ്സ് വേണം. അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ വളരെ കൂടുതലാണ്. ദെൻ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. In order to maintain uniformity and consistency in accounting records, certain rules or principles have been developed which are generally accepted by accounting professions. ഒരു യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചില റൂൾസും പ്രിൻസിപ്പിൾസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വിച്ച് ആർ ജനറലി അക്സെപ്റ്റഡ് ബൈ അക്കൗണ്ടിങ് പ്രൊഫഷൻസ്. അക്കൗണ്ടിങ് പ്രൊഫഷണൽസൊക്കെ എന്താണ്? ഈ ഒരു നിയമം എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്തതാണ്. ദീസ് റൂൾസ് ആർ കോൾഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ് സച്ച് ആസ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, പോസ്റ്റുലേറ്റ്സ്, അസംഷൻസ് ആൻഡ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. ഈ റൂൾസിനെ പല പേരിലാണ് പറയുന്നത്. പ്രിൻസിപ്പിൾസ് എന്ന് പറയും, കോൺസെപ്റ്റ്സ് എന്ന് പറയും, കൺവെൻഷൻസ് എന്ന് പറയും, പോസ്റ്റുലേറ്റ്സ് എന്ന് പറയും, അസംഷൻസ് എന്ന് പറയും, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്നും പറയും. ദെൻ the term principle has been defined by AICPA as a general law or rule adopted or profession as a guide to action
എ സെറ്റിൽഡ് ഗ്രൗണ്ട് ഓർ ബേസിസ് ഓഫ് കോണ്ടക്റ്റ് ഓർ പ്രാക്ടീസ്. എന്താണ് ഇതെന്ന് പറയുന്നത്? AICPA പ്രിൻസിപ്പിളിനെ പറ്റി പറയുന്നതാണ്. ഒരു പൊതുവെയുള്ള ജനറലായിട്ടുള്ള ഒരു ലോ അല്ലെങ്കിൽ ഒരു റൂൾ അഡോപ്റ്റഡ് ഓർ പ്രൊഫസ്ഡ് ആസ് എ ഗൈഡ് ടു ആക്ഷൻ. എന്താണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു റൂളാണ് ഇതെന്ന് പറയുന്നത്. എ സെറ്റിൽഡ് ഗ്രൗണ്ട് ഓർ ബേസിസ് ഓഫ് കണ്ടക്റ്റ് ഓർ പ്രാക്ടീസ്. എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഗൈഡ് ലൈൻ എന്നൊക്കെ നമുക്ക് എന്തിനെ പറയാം? പ്രിൻസിപ്പിളിനെ പറയാം. അതാണ് AICPA നൽകുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ജനറൽ ലോ or rule adopted or professed as a guide to action, a settled ground or basis of conduct or practice. നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയോ കണ്ടക്ട് ചെയ്യുകയോ ബേസിസ് ഓഫ് കണ്ടക്ട് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ഒരു ഗൈഡ് ഓഫ് ആക്ഷൻ, ഗൈഡ് ടു ആക്ഷൻ, അതിനെ പറയുന്ന ഒരു ജനറൽ ലോനെ പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. Then the word generally means in a general manner, that is to pertaining to many person or cases or occasion. പൊതുവെയുള്ള എല്ലാ ആളുകൾക്കും പൊതുവെ ഒരുപോലെ എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ് ജനറലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Thus generally accepted accounting principle refers to rules or guidelines adopted for recording and reporting business transaction in order to bring uniformity in preparation and presentation of financial statement. For example, one of the important rule is to record all transactions on the basis of historical cost, which is verifiable from the documents such as cash receipt for money paid. This brings in objectivity in process of recording and makes accounting statement more acceptable to various users. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഗൈഡായിട്ട്, നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് നമുക്കൊരു ഗൈഡായിട്ട് പറയാവുന്നതാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ജനറലി എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ടുള്ളത് എന്ന് വേണം നിങ്ങൾക്ക് പറയാം. അപ്പം ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പം റൂൾസ് അഥവാ ഗൈഡ് ലൈൻസ് ആണ്. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രസൻറ്റ് ചെയ്യുമ്പോഴും യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഗൈഡ് ലൈൻസിനെ പറയുന്ന പേരാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റൂൾ ഇസ് ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വിച്ച് ഈസ് വെരിഫിയബിൾ ഫ്രം ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് ക്യാഷ് റെസിപ്റ്റ് ഫോർ മണി പെയ്ഡ്. എന്താണ് ഒരു റൂള് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, എപ്പോഴും നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലായിരിക്കണം, അതായത് കഴിഞ്ഞു പോയൊരു ട്രാൻസാക്ഷൻ്റെ ബേസിലായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്ന് പറയുമ്പം അവിടെ എന്താണ് ക്യാഷ് റെസിപ്റ്റിൻ്റെ ബേസിസിൽ നമ്മൾ അതൊരു ഡോക്യുമെൻ്റായിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം അത് പൊതുവെ എല്ലാവരും ഒരേ രീതിയിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. This brings in objectivity in process of recording and makes accounting statement more acceptable to various users. ഇതെന്താണ്? ഇത് പല ആളുകൾക്കും ഒരേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ the generally accepted accounting principle have evolved over a long period of time on the basis of past experience, usage or customs, statements by individual and professional bodies and regulation by government agencies, and have generally acceptability among most accounting professionals. However, the principles of accounting are not static in nature. These are constantly influenced by changes in legal, social and economic environment as well as need of users. These principles are also referred to as concepts and conventions. The term concept refers to necessary assumptions and ideas which are fundamental to accounting practice, and term convention connects customs or tradition as guide to preparation of accounting statement. അപ്പം ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്ന് ആവിർഭവിച്ചതൊന്നുമല്ല. അത് കുറേ നാളുകളായിട്ട് പാസ്റ്റ് എക്സ്പീരിയൻസും യൂസേജുകളും കസ്റ്റംസും പിന്നെ ഇൻഡിവിജ്വൽസ് ഓരോരുത്തർ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും പ്രൊഫഷണൽ ബോഡീസും ഗവൺമെൻറ് ഏജൻസീസിൻ്റെ റെഗുലേഷൻ, അങ്ങനെ ഓരോ എക്സ്പീരിയൻസും ഓരോരോ സ്റ്റെപ്പും കടന്നിട്ടാണ് ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ അങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്തത്. അപ്പം അങ്ങനെ അതെന്ത് ചെയ്യാൻ തുടങ്ങി? മിക്ക അക്കൗണ്ടിങ് പ്രൊഫഷണൽസും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി.
However, the principles of accounting are not static in nature. എന്നും പറഞ്ഞ് നമുക്ക് ഈ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസിൽ നമുക്ക് ഒരു തുള്ളി പോലും മാറ്റാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എപ്പോഴും അത് സ്റ്റാറ്റിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. These are constantly influenced by changes in legal, social and economic environment as well as need of users. എന്താണ് ഇത് നമുക്ക് ഈ ലീഗലി സോഷ്യലിയും എക്കണോമിക് എൻവയോൺമെൻറ്റിലും ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് എന്താണ് ഇതിലും നമുക്ക് അതിലൂടെ നമുക്ക് എന്താണ് ഈ ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനും ആ ഒരു ചേഞ്ച് ബാധിക്കും. പിന്നെ ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കോൺസെപ്റ്റ് എന്നും കൺവെൻഷൻസ് എന്നും നമ്മൾ പറയാറുണ്ട്. ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നെസസറി അസംഷൻസും ഐഡിയാസും, അത് വിച്ച് ആർ ഫണ്ടമെൻ്റൽ ടു അക്കൗണ്ടിങ് പ്രാക്ടീസ്. അക്കൗണ്ടിങ് പ്രാക്ടീസസിന് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അസംഷൻസിനെയും ഐഡിയാസിനെയും, നെസസറി അസംഷൻസിനെയും ഐഡിയാസിനെയാണ് ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കൺവെൻഷൻസ് എന്ന് പറയുമ്പം കണക്ട്സ് customs or tradition as a guide to preparation of accounting statement. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനെ സഹായിക്കുന്ന ഒരു കസ്റ്റം അഥവാ ഒരു ട്രഡീഷൻ നമ്മൾ പൊതുവെ ഫോളോ ചെയ്യുന്ന അതിനെ പറയുന്ന പേരാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻ പ്രാക്ടീസ് ദ സെയിം റൂൾ ഓർ ഗൈഡ് ലൈൻ ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ് ബൈ വൺ ഓതർ ആസ് എ കോൺസെപ്റ്റ് ബൈ അതർ ഓതർ and postulate and still by another as convention. This at time become confusing to the learners. Instead of going into semantics of these terms, it is important to concentrate on practicability of their usage. From the practicability viewpoint, it is observed that various terms such as principles, postulate, conventions, modifying principles, assumptions, etc. Have been used interchangeably and are referred to as basic accounting concept. അപ്പം നമ്മൾ ചില റൂൾസും ഗൈഡ് ലൈൻസും എന്താണ് ചില സമയത്ത് നമ്മൾ കോൺസെപ്റ്റ് ആയിട്ട് പറയും, ചില സമയത്ത് നമ്മൾ പോസ്റ്റുലേറ്റ് ആയിട്ട് പറയും, ചില സമയത്ത് കൺവെൻഷൻസ് ആണെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഈ ഒരു ടേംസ് എന്ന് പറയുന്നത് പൊതുവേ ഒരു ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേംസ് ആണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ എന്ന് പറയും, ചിലപ്പോൾ നമ്മൾ കൺവെൻഷൻസ് എന്ന് പറയും, ഇങ്ങനെ പറയും. കറക്റ്റ് പറഞ്ഞാൽ തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ കോൺസെപ്റ്റ്സിനും കൺവെൻഷൻസിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു, അതായത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അസംഷൻസ് ആൻഡ് ഐഡിയാസ് ആണ്, അത് അക്കൗണ്ടിങ് പ്രാക്ടീസസിന് ആവശ്യമാണ് എന്ന് പറഞ്ഞു. മറ്റേ കൺവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റം ഓർ ട്രഡീഷൻ എന്ന് പറഞ്ഞു. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിതൊന്നും പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും നമ്മൾ നോക്കില്ല. ഈ പറയുന്ന എല്ലാ ടേംസും നമ്മൾ ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊതുവേ ഇൻ്റർചേഞ്ചബിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ പൊതുവേ നമ്മൾ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്നാണ് പറയുന്നത്. സോ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ടേമാണ്. അത് പൊതുവേ അതായത് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ പൊതുവേ എല്ലാ ആളുകളും യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ രീതിയിൽ റെക്കോർഡുകൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അത് എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അവർ പ്രിപ്പയർ ചെയ്തത്. ഇത് കുറേ പാസ്റ്റ് എക്സ്പീരിയൻസും കുറേ കസ്റ്റംസും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ആ ഒരു പല ഗവൺമെൻറ് ബോഡീസും ഒക്കെ പ്രൊഫഷണൽ ബോഡീസും അവരുടെയൊക്കെ ഓരോരോ സ്റ്റെപ്പ് ഓരോ ടൈമിലും ഓരോന്നും ഇവോൾവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രിൻസിപ്പിൾ നിലവിൽ വന്നത്. സോ ദാറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെൽ. Then basic accounting concepts. The basic accounting concepts are referred to as fundamental ideas or basic assumptions underlying the theory and practice of financial accounting and are broad working rules for all accounting activities and developed by accounting professionals. The important concepts have been listed below. ഓക്കെ, അപ്പം ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഐഡിയാസ് അഥവാ ബേസിക് അസംഷൻസ് ആണ് അണ്ടർലൈയിങ് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് ആർ ബ്രോഡ് വർക്കിംഗ് റൂൾസ് ഫോർ ഓൾ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ്. എല്ലാ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടുള്ള റൂൾസാണ് ഈ പറയുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഓരോരോ തിയറീസാണ്. ഈ തിയറീസ് നമുക്ക് ഓരോ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസിനെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു തിയറി നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പം അത് ഒരുപാട് തിയറീസ് ഉണ്ട്. ഏതൊക്കെയാണ് തിയറീസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബിസിനസ് എൻറ്റിറ്റി, then money measurement, then going concern, then accounting period, then cost, then dual aspect, then revenue recognition, matching, full disclosure, consistency, conservatism, materiality, objectivity. So ഇത്രയാണ് നമുക്കിവിടെ പറയാനുള്ള തിയറീസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഒരു തിയറീസിലൂടെ നമുക്കൊരു ഫണ്ടമെൻ്റൽ ഐഡിയ അല്ലെങ്കിൽ ഒരു ബേസിക് അസംഷനാണ് കൊണ്ടുവരുന്നത്. അപ്പം അത് എല്ലാ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഫോളോ ചെയ്യണം, അതിൻ്റെ പൊതുവെയുള്ള റൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പം നമുക്കിത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. The concept of business entity assumes that business has a distinct and separate entity from its owners. It means that for the purpose of accounting, business and its owners are treated as two separate entities. Keeping this in view, when a person brings in some money as capital into his business in accounting record, it is treated as liability of the business to the owners. Here, one separate entity is assumed to be giving money to another distinct entity. Similarly, when the owners withdraw any money from business for his personal expense, it is treated as a reduction of owner's capital and consequently a reduction in liabilities of the business. അപ്പം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കോൺസെപ്റ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ് ഹാസ് ഡിസ്റ്റിൻക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു എൻറ്റിറ്റിയാണ്. ഓണർ വേറെ, ബിസിനസ് വേറെ. നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും പണ്ട് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ആ ഓർഗനൈസേഷൻ ആരാണോ നടത്തുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് വേറെ ഓണർ വേറെ ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇറ്റ് മീൻസ് ഫോർ ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ടു സെപ്പറേറ്റ് എൻറ്റിറ്റി. ബിസിനസ് വേറെ ഓണേഴ്സ് വേറെ എന്ന് വേണം അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. കീപ്പിംഗ് ദിസ് ഇൻ വ്യൂ, വെൻ എ പേഴ്സൺ ബ്രിങ്സ് ഇൻ സം മണി as capital into his business in accounting records, it is treated as liability of the business to the owners. എന്നാണ് ഈ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പം ഒരു പേഴ്സൺ കുറച്ച് മണി കൊണ്ടുവരികയാണ് ബിസിനസ്സിലേക്ക്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുമ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഓണറിനോടുള്ള ലയബിലിറ്റി ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ എമൗണ്ട് ട്രീറ്റ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെപ്പോഴും എഴുതുന്നത് ലയബിലിറ്റി സൈഡിലായിരിക്കും, ബാധ്യത സൈഡിൽ. ഞാൻ നേരത്തെ പറഞ്ഞു അത് നമുക്ക് ഓർഗനൈസേഷൻ്റെ ബാധ്യതകളെല്ലാം എഴുതുന്ന സൈഡാണ് ലയബിലിറ്റി സൈഡെന്ന് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പറഞ്ഞായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓണേഴ്സ് കൊണ്ടുവരുന്ന കാര്യമല്ലേ? എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ? കാരണം ഈ ഒരു പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ്. ബിസിനസ് വേറെ, ബിസിനസ് വേറെ, ഓണേഴ്സ് വേറെ. അപ്പം ഓണേഴ്സ് ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുമ്പോൾ ഓർഗനൈസേഷൻ, ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഈ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണേഴ്സിന് തിരികെ കൊടുക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഒരു ലയബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ എപ്പോഴും ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലയബിലിറ്റി സൈഡിൽ എഴുതുന്നത്. Here, one separate entity is assumed to be giving money to another distinct entity. Similarly, when owners withdraw any money from business for his personal expense drawings, it is treated as a reduction of owner's capital and consequently a reduction in liabilities of business. അതുപോലെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ടേംസ് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞതായിരുന്നു ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ ടേം. അതായത് പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടി, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗുഡ്സോ ക്യാഷോ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഇപ്പം ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ഓണേഴ്സ് എന്തെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ ബിസിനസ്സിൽ നിന്ന് വലിക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്ന് ആ ഒരു എമൗണ്ട് കുറയ്ക്കും. അപ്പം ക്യാപിറ്റലിൽ നിന്ന് ആ എമൗണ്ട് കുറയ്ക്കുമ്പോൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് അവിടെ കുറയുകയാണ്. അപ്പം ദാറ്റ് മീൻസ് ഓർഗനൈസേഷൻ്റെ അവിടെ ഉള്ള ഒരു ലയബിലിറ്റി അവിടെ എന്താണ്, കുറയുകയാണ്. അപ്പം
പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ എടുക്കുമ്പോൾ എന്താണ്, ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ്റെ ലയബിലിറ്റി അവിടെ കുറയുകയാണ്. അപ്പോൾ അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇത്ര മനസ്സിലാക്കുക, ബിസിനസ് വേറെ, ഓണേഴ്സ് വേറെ. ദെൻ സെക്കൻഡ് വൺ ഈസ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. The concept of money measurement states that only those transactions and happenings in an organization which can be expressed in terms of money, such as sale of goods or payments of expense or receipt of income, etc., are to be recorded in books of account. Money measurement എന്ന് പറയുന്ന കോൺസെപ്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, only those transactions and happenings in an organization can be measured in terms of money, such as sale of goods or payment of expense or receipt of income, are to be recorded in books of account. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പറഞ്ഞതാണ്. അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ അക്കൗണ്ടിങ് ഡെഫിനിഷൻ തൊട്ടേ പറയുന്ന കാര്യം ഇതാണ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ അക്കൗണ്ടിങ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ആ ഒരു റൂള് ഡിഫൈൻ ചെയ്യുന്ന കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. All such transactions are happening which can now be expressed in monetary terms. For example, appointment of a manager, capabilities of its human resource or creativity of its resource department, or image of organization among people in general, do not find a place in accounting records of the firm. ഇങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഹാപ്പനിങ്സ് which cannot be expressed in monetary terms, നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്. ഫോർ എക്സാമ്പിൾ, മാനേജറിൻ്റെ അപ്പോയിൻമെൻറ്റ് നമുക്ക് എങ്ങനെയും മോണിറ്ററി ടേംസിലാക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ കേപ്പബിലിറ്റീസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഒരാളുടെ കേപ്പബിലിറ്റി, ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കേപ്പബിലിറ്റീസ് നമുക്ക് മോണിറ്ററി ടേംസിൽ പറയാൻ പറ്റുമോ? ഇല്ല. ഓർ ക്രിയേറ്റിവിറ്റി ഓഫ് ഇറ്റ്സ് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇമേജ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് റെക്കോർഡ്സിലോട്ട് എഴുതില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് മോണിറ്ററി ട്രാൻസാക്ഷൻസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ആ പറയുന്ന കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ആദ്യം നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പറഞ്ഞു, ബിസിനസ് വേറെ, ഓണേഴ്സ് വേറെ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി ഓഫ് ഓർഗനൈസേഷൻ. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാവുള്ളൂ. ദെൻ തേർഡ് വൺ ഈസ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. The concept going concern assumes that a business firm would continue to carry out its operation indefinitely, that is for a fairly long period of time, and would not be liquidated in foreseeable future. This is an important assumption of accounting as it provides the very basis of showing the value of asset in balance sheet. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബിസിനസ് ഒരുപാട് നാളത്തേക്ക് കടന്നു പോകും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. അത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യേണ്ടതായി വരുന്നില്ല എന്നുള്ള കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കും ഇത് ഇമ്പോർട്ടൻ്റ്? നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഈ ബിസിനസ്സിനെ വിശ്വസിച്ചിട്ടായിരിക്കും പല ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു ബിസിനസ് പെട്ടെന്ന് കണ്ടിന്യൂ ആവണില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ അറിയണമെന്നില്ല ഈ ബിസിനസ് പെട്ടെന്ന് പൂട്ടുവാണ് എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാനും ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സത്യത്തിൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബിസിനസ് വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി, നിർത്താണ്ട് അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു അസംഷനാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ദെൻ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. Accounting period refers to the span of time at the end of which financial statement of an enterprise are prepared to know whether it has earned profit or incurred loss during that period and what exactly is the position of its assets and liabilities at the end of the period. Accounting period എന്ന് പറയുന്നത് span of time at the end of which financial statement of an enterprise are prepared. ഒരു എൻ്റർപ്രൈസസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു എൻഡ് അതിന് പറയുന്ന പേരാണ്. അതായത് ടു നോ വെദർ ഇറ്റ് ഹാസ് ഏൺഡ് പ്രോഫിറ്റ് ഓർ ഇൻകർഡ് ലോസ് ഡ്യൂറിങ് ദ പീരീഡ് ആൻഡ് വാട്ട് എക്സാക്ട്ലി ഇസ് ദ പൊസിഷൻ ഓഫ് ഇറ്റ്സ് അസറ്റ് ആൻഡ് ലയബിലിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദി പീരീഡ്. ഇപ്പം അതിൻ്റെ എൻഡ് ഓഫ് ദി പീരീഡിൽ നമ്മൾ ഇപ്പം എൻഡ് ഓഫ് ദി പീരീഡ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും കാണുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു മോർ ദാൻ ഒരു
50% കമ്പനിയും ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 31st മാർച്ച് അവരുടെ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അപ്പം ആ ഒരു സമയത്ത് എന്താണ് ഇതിൻ്റെ ഈ അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെ പൊസിഷൻ അവർക്ക് അറിയണം, അതുപോലെ തന്നെ പ്രോഫിറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു അതാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ, ആ ഒരു എൻഡിങ് ടൈമിലായിരിക്കും നമ്മളിത് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അറിയുക. Such information is required by different users at regular interval for various purposes, as no firm can wait for long to know if its financial result, as various decisions are to be taken at regular intervals on the basis of such information. The financial statements are therefore prepared at the regular interval, normally after a period of 1 year, so that the timely information is made available to users. This interval of time is called the accounting period. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് നമ്മളിപ്പം ഒരു ഓർഗനൈസേഷൻ, നമ്മൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മളൊരു ഓർഗനൈസേഷൻ ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. അതായത് അതിപ്പോഴെങ്ങും നിൽക്കില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യണവരെ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ചിലപ്പം ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊക്കെ എന്ത് ചെയ്യില്ല, ഷെയർ ഹോൾഡേഴ്സിനൊക്കെ അവരുടെ റിട്ടേൺ അവർക്ക് തിരിച്ച് കിട്ടില്ല. ഈ ബിസിനസ് ഇത് തീരണവരെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കൊന്നും കിട്ടണമെന്നില്ല. അപ്പം ഈ ഒരു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നടക്കുന്നതെന്ന് ഇവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി ഓരോ ഷോർട്ട് പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് പീരീഡുകൾ എന്ന് പറയുന്നത്. ഓരോ 1 ഇയർ എന്ന് പറയുന്നത് ഓരോ ഷോർട്ട് പീരീഡായിട്ട് കൺസിഡർ ചെയ്യും. അത് മിക്കപ്പോഴും 1st April to 31st March വരെ എന്നുള്ളൊരു 31st March വരെ ആയിരിക്കും. അപ്പം ഈ 31st March വരെ നോക്കുമ്പോൾ നമ്മൾ ഓരോ അക്കൗണ്ടിങ് പീരീഡിലും ഈ ബിസിനസ് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, ഇതിൻ്റെ ഓപ്പറേഷൻസ്, ഇതിന് ഇത്ര ചിലവുകളുണ്ട്, ഇത്ര ഇൻകംസ് ഉണ്ട്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റും. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ദാറ്റ് മീൻസ് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, എന്തുമാത്രം ലയബിലിറ്റീസ് ഉണ്ട്, എന്തുമാത്രം അസറ്റ് ഉണ്ട് ബിസിനസ്സിന് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പം ഇതിലൂടെ എന്താണ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ, അല്ലെങ്കിൽ നമുക്കിനി എന്തെങ്കിലും ഡെസിഷൻ എടുക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഓരോ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ആ ഓരോ ടൈമിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഡെസിഷൻസ് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ടൈം പീരീഡാണ്. ആ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദെയർഫോർ പ്രിപ്പയർഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ. ഓരോ റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. നോർമലി ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 ഇയർ. എന്താണ് നോർമലി അതെന്ന് പറയുന്നത് 1 ഇയർ പീരീഡ് ആയിരിക്കും. സോ ദാറ്റ് ടൈംലി ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ടു ദ യൂസേഴ്സിന് എന്താണ് ടൈംലി ആയിട്ട് ഇൻഫർമേഷൻസ് നമുക്കപ്പോൾ അവൈലബിൾ ആകും. ഇത് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസിൽ മാത്രമല്ല, ആർക്കെങ്കിലും പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ, ക്രെഡിറ്റേഴ്സിന്, സപ്ലയേഴ്സിന്, കസ്റ്റമേഴ്സിന് ഇല്ലെങ്കിലും നമ്മൾ ഗവൺമെൻറ്റിന്, അവർക്കെല്ലാവർക്കും ഇതിനെപ്പറ്റി അറിവുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ്. ദെൻ കോസ്റ്റ് കോൺസെപ്റ്റ്. The cost concept requires that all assets are recorded in the books of account at their purchase price, which include cost of acquisition, transportation, installation, and making the asset ready to use. The concept of cost is historical in nature, as it is something which has been paid on the date of acquisition and does not change year after year. An important limitation of historical cost of the historical cost basis is that it does not show the true worth of the business and it may lead to hidden profit. അപ്പം കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാ അസറ്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യും. അത് റെക്കോർഡ് ചെയ്യേണ്ടത് പർച്ചേസ് പ്രൈസിലായിരിക്കണം. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകാം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാകാം, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകാം, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഉണ്ടാകാം, ആൻഡ് മേക്കിംഗ് ദ അസറ്റ് റെഡി ടു യൂസ്. ആ ഒരു തരത്തിലുള്ള കോസ്റ്റുകളെല്ലാം വരുന്ന പർച്ചേസ് പ്രൈസിലായിരിക്കണം. അല്ലാതെ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ് മാറ്റാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും മാറ്റരുത്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റിൽ വേണം അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ ആയിരിക്കും. അതായത് കഴിഞ്ഞതിന് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്തിരിക്കുക. അപ്പോൾ വിച്ച് ഹാസ് ബീൻ പെയ്ഡ് ഓൺ
ഡേറ്റ് ഓഫ് അക്വിസിഷൻ അത് നമ്മൾ എഴുതുന്നത് എന്നാണോ നമ്മളത് അക്വയർ ചെയ്തത് ആ ഡേറ്റിലായിരിക്കും. ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് ഇയർ ആഫ്റ്റർ ഇയർ. എന്ത് ചെയ്യുന്നില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്രൈസിന് ഇന്നതായി അല്ലെങ്കിൽ ഡേറ്റ് നമുക്ക് മാറ്റാം, അങ്ങനെയൊന്നും മാറ്റാൻ പാടില്ല. എപ്പോഴാണോ നമ്മളത് വാങ്ങിയത് ആ ഡേറ്റിൽ എത്ര രൂപയ്ക്കാണോ നമ്മൾ മേടിച്ചത് ആ രൂപയ്ക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ബിസിനസ്സിൻ്റെ ട്രൂ വർത്ത് നമുക്ക് അവിടെ കാണിക്കുന്നില്ല. അത് മാത്രമല്ല ഇവിടെ ഒരു ഹിഡൻ പ്രോഫിറ്റിനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഈ കോൺസെപ്റ്റിലുള്ള ചെറിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സാധനം, ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പർച്ചേസ് പ്രൈസിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. ദെൻ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. It is the foundation or basic principles of accounting. It provides the very basis for recording business transaction into the books of account. This concept states that every transaction has dual or twofold effect and should therefore be recorded at two places. In other words, at least two accounts will be involved in recording a transaction. This can be explained with the help of an example. Okay. അപ്പം ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഫൗണ്ടേഷൻ അഥവാ ബേസിക് പ്രിൻസിപ്പിളാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫൗണ്ടേഷൻ അഥവാ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയാവുന്ന ഒരു കോൺസെപ്റ്റാണ് ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബേസിസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് അഥവാ ഡുവൽ ആസ്പെക്റ്റ് കാണും, രണ്ട് ഫോൾഡ് ഉണ്ടാകും. ആൻഡ് ഇറ്റ് ഷുഡ് ബി ദെർഫോർ ബി റെക്കോർഡഡ് അറ്റ് ടു പ്ലേസസ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് സ്ഥലത്തായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ രണ്ട് ഫോൾഡ് ഉണ്ടാകും, അത് നമ്മൾ രണ്ട് സ്ഥലത്തായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും വേണം. In other words, at least two accounts will be involved in a transaction. ഒരു ട്രാൻസാക്ഷനിൽ അറ്റ്ലീസ്റ്റ് രണ്ട് അക്കൗണ്ട്സ് എങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആവും. അപ്പം റാം സ്റ്റാർട്ടഡ് ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് എ സം ഓഫ് റുപ്പീസ് 50 lakh. The amount of money brought in by Ram will result in an increase in the asset of the business by rupees 50 lakh, and at the same time the owner's equity or capital will also be increased by an equal amount. It may be seen that the two items that got affected by this transaction are cash and capital account. അതായത് ഇപ്പോൾ റാം പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ട് റാം ഒരു 50 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഈ 50 ലക്ഷം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ക്യാഷായിട്ട് ഒരു 50 ലക്ഷം രൂപ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പം നമുക്ക് എന്താണ്, നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷിൻ്റെ എമൗണ്ട് എത്രയാവും, 50 ലക്ഷമായിട്ട് കൂടും. എന്നാൽ ക്യാഷ് മാത്രമാണോ കൂടുന്നത്? ഇയാളുടെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇയാൾ പൈസ കൊണ്ടുവരുന്നതാണ്. അപ്പം ബിസിനസ്സിൻ്റെ ഒബ്ലിഗേഷൻ അവിടെ കൂടുകയാണ്. അപ്പം ക്യാപിറ്റൽ എന്ന് പറയുന്ന ഹെഡിലും എന്താണ് 50 ലക്ഷമായിട്ട് കൂടുകയാണ്. അപ്പം നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു എന്ന് പറയുമ്പം അവിടെ രണ്ടിടത്ത് എഫക്റ്റ് വരുന്നുണ്ട്, ഒന്ന് ക്യാഷിലും വരുന്നുണ്ട്, ഒന്ന് ക്യാപിറ്റലും വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻസിലും എന്താണ് രണ്ട് ഇഫക്റ്റുകൾ വരും, രണ്ടോ അതിലധികമോ എഫക്റ്റ് വരും. മെയിൻലി ഏറ്റവും കുറഞ്ഞത് രണ്ട് അക്കൗണ്ടുകളെങ്കിലും അവിടെ വരും. അതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. The duality principle is commonly expressed in terms of fundamental accounting equation. ഇതിനൊരു ഇക്വേഷൻ, ഇതിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിന് ബേസിൽ ഒരു ഇക്വേഷൻ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ട്രാൻസാക്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പം അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പം അത് 50 ലക്ഷമാണ്. എന്നാൽ ഇപ്പുറത്ത് നമുക്ക് ലയബിലിറ്റീസ് ഇല്ല, പകരം ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റൽ എത്രയാണ്, 50 ലക്ഷം. ദാറ്റ് ഈസ് 50 ലക്ഷം ഈക്വൽ ടു 50 ലക്ഷം. അത് then in other words, the equation states that the asset of business are always equal to the claim of owners and outsiders. The claim, also called the equity of owners, is termed as capital, and that of outsiders as liability. The twofold effect of each transaction affects in such a manner that equality of both sides of equations are maintained. എന്താണ്, ഇത്രേ ഉള്ളൂ. അതായത് ഇവിടെ രണ്ട് ഇഫക്റ്റ് വരുന്നുണ്ട്.
ഒന്ന് ക്യാപിറ്റലിലും വരുന്നുണ്ട്, ഓണേഴ്സിൻ്റെ ക്യാപിറ്റലിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് അതായത് ഈ ഒരു ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സിൻ്റെ അസറ്റും ലയബിലിറ്റീസും ഈക്വലാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ദ ക്ലെയിം ഓൾസോ കോൾഡ് ഇക്വിറ്റി ഓഫ് ഓണേഴ്സ് ഈസ് ടേംഡ് ആസ് ക്യാപിറ്റൽ ആൻഡ് ദാറ്റ് ഓഫ് ഔട്ട്സൈഡേഴ്സ് ആസ് ലയബിലിറ്റീസ്. The two-fold effect of each transaction affect in such a manner that equality of both sides of equations are maintained. നമ്മൾ അവിടെ ഒരു ഇക്വാളിറ്റി കൊണ്ടുവരണം. ഇപ്പുറത്തെ ഒരു സൈഡിൽ അസറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്താണ് അതിന് തുല്യമായിട്ടുള്ള ലയബിലിറ്റീസ് ഇപ്പുറത്ത് കയറുകയും വേണം. അത്രേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്താണ് അവിടെ 2 അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻഡ് ആകും. അപ്പം അത് എങ്ങനെയായിരിക്കും? ഒരെണ്ണം എന്ന് പറയുന്നത് അസറ്റിലുള്ള ഇൻക്രീസ് ആയിരിക്കും, ഒരെണ്ണം എന്ന് പറയുന്നത് ലയബിലിറ്റീസിലുള്ള ഇൻക്രീസ് ആയിരിക്കും. അതെപ്പോഴും എന്തായിരിക്കണം? ഈക്വലും ആയിരിക്കണം. ദാറ്റ് ഈസ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. Then a revenue recognition concept. The concept of revenue recognition requires that the revenue for business transaction should be included in accounting records only when it is realized. Here arises 2 questions in mind. First is termed as a revenue and the other when revenue is realized. Let us take the first one first. Revenue is the gross inflow of cash arising from the sale of goods and services by an enterprise and used by the others of enterprise resources yielding interest, royalties and dividend. Secondly, revenue is assumed to be realized when legal right to be received arises. That is the point of time when goods have been sold or service have been rendered. Thus, credit sales are treated as revenue on the day sale are made and not when money is received from the buyer. As for the income such as rent, commission, interest, etc., these are recognized on the time basis. For example, rent for month of March 2017, even if it is received in April 2017, will be taken into profit and loss account of financial year ending March 31st, 2017 and not into financial year beginning with April 2017. ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറയും. ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റവന്യൂ ഫോർ എ ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. ഇപ്പം നമ്മൾ എപ്പോഴാണോ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മളിത് റെക്കോർഡ് ചെയ്യണം. അതായത് ഇപ്പം റവന്യൂ നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് സെയിൽസിലൂടെ ആയിരിക്കും. ഈ സെയിൽസ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നെങ്കിൽ ക്യാഷ് സെയിൽസ് നടത്താം അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് നടത്താം. അപ്പം ക്യാഷ് സെയിൽ എന്ന് പറയുമ്പോൾ അവിടെ വേറെ വിഷയമില്ല. നമ്മൾ ക്യാഷ് അപ്പോഴേ റിസീവ് ചെയ്യും, അപ്പോഴേ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും, ക്യാഷ് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ നമ്മളിപ്പം ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ക്യാഷ് കിട്ടിയില്ലല്ലോ, അപ്പം നമ്മൾ ട്രാൻസാക്ഷൻ നടന്നതായിട്ട് എഴുതാവോ? അങ്ങനെ ചിന്തിക്കരുത്. എന്താണ്, നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ ക്യാഷ് ആവട്ടെ ക്രെഡിറ്റ് ആവട്ടെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴാണോ നമ്മൾ നമ്മുടെ അവിടെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ആ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻ വരാം. ഒന്ന് റവന്യൂ, പിന്നെ ഒന്ന് റവന്യൂ ഈസ് റിയലൈസ്ഡ്. ഫസ്റ്റ് റവന്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് റവന്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാഷ് റവന്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് സെയിൽ ഓഫ് ഗുഡ്സ് ആയിരിക്കാം, പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റ്, റോയാലിറ്റീസ്, ഡിവിഡൻഡ്, ഇങ്ങനെ കിട്ടുന്ന ഏത് റവന്യൂ എന്ന് പറയുമ്പോൾ ഇൻകം, ആ ഏത് റവന്യൂവും നമ്മളിപ്പോൾ ക്യാഷ് ഡയറക്റ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വലിയ വിഷയമില്ല, നമുക്കത് ഡയറക്റ്റായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. രണ്ടാമത്തെ കോൺസെപ്റ്റാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളിപ്പം ക്രെഡിറ്റ് സെയിൽസ് ആണ് നടത്തുന്നത് എങ്കിൽ നമ്മൾ എന്താണ് ആ ക്രെഡിറ്റ് സെയിൽസ് ആണ് നടത്തുന്നത് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ പേരിൽ നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിളും തന്നിട്ടുണ്ട്. അതായത് റെൻറ്റ് ഫോർ മന്ത് ഓഫ് മാർച്ച് 2017 ഈവൻ ഇഫ് റിസീവ്ഡ് ഇൻ ഏപ്രിൽ 2017 വിൽ ബി ടേക്കൺ ഇൻ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് 31st March 2017 ആൻഡ് നോട്ട് ഇൻ ടു ദ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഏപ്രിൽ 2017. അതായത് മാർച്ചിലെ റെൻറ്റ് എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും ഇപ്പം നമ്മൾ മാർച്ചിലെയാണ് റെൻറ്റ്, നമ്മളത് മിക്കപ്പോഴും പേയ്മെൻറ്റ് ചെയ്യുന്നത് ഏപ്രിലായിരിക്കും. എന്നും വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല?
മാർച്ചിൽ അത് റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പാടില്ല. റവന്യൂ ജനറേറ്റ് ചെയ്തത് ഏത് മന്തിലാണ്? മാർച്ചിലാണ്. ഇപ്പോൾ റെൻറ്റ് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് അവിടെ ജനറേറ്റ് ചെയ്തത് നമുക്ക് മാർച്ചിലാണ്. അപ്പം നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്യേണ്ടത് എവിടെയായിരിക്കും? മാർച്ചിലായിരിക്കും. അതാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റവന്യൂ ക്യാഷ് ആവട്ടെ ക്രെഡിറ്റ് ആവട്ടെ, എപ്പോഴാണോ അത് ജനറേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമ്മളത് റെക്കോർഡ് ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റാണ് റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ മാച്ചിങ് കോൺസെപ്റ്റ്. The process of ascertaining the amount of profit earned or the loss incurred during a particular period involves deduction of related expense from revenue earned during that period. The matching concept emphasizes exactly on this aspect. It states that expenses incurred in an accounting period should be matched with the revenue during that period. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് ഇൻകേർഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ഇൻവോൾവ്സ് ഡിഡക്ഷൻ ഓഫ് റിലേറ്റഡ് എക്സ്പെൻസ് ഫ്രം റവന്യൂ ഏൺഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കാം, ലോസ് ആയിരിക്കാം. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? നമ്മൾ ഒരു സൈഡിൽ ഇൻകം എഴുതും, ഒരു സൈഡിൽ നമ്മൾ എക്സ്പെൻസ് എഴുതും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് ഇപ്പം ഇൻകം ആണ് കൂടുതലെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആയിരിക്കും, എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ അവിടെ ലോസ് ആയിരിക്കും. അപ്പം അങ്ങനെ മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പം എക്സാക്ട്ലി ഈ ഒരു കോൺസെപ്റ്റാണ് സത്യത്തിൽ മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. അതായത് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ആൻ അക്കൗണ്ടിങ് പീരീഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ജനറേറ്റ് ചെയ്ത ഇൻകം റവന്യൂ എന്ന് പറയുന്നത് എക്സ്പെൻസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? മാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഇത്രേ ഉള്ളൂ. നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ പ്രോഫിറ്റും അതുപോലെ തന്നെ ലോസും എങ്ങനെ ഇൻകർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഇൻകർ ചെയ്ത് അസർട്ടൈൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെ എക്സ്പെൻസസും റവന്യൂസും ഉണ്ടാകും, അത് രണ്ടും തമ്മിൽ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അതിലൂടെ നമ്മൾ എന്താണ് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കുന്നു. അത് തന്നെയാണ് ഈ കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. സോ നമുക്കിനി കുറച്ച് കോൺസെപ്റ്റ് കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകളെ പറ്റി